ഒരു വെറൈറ്റി ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കണമെന്നുള്ളവർക്കായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. രശ്മി ചിക്കൻ മസാല. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, അതോടൊപ്പം തന്നെ 5 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നവരെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മീതെ ഒരു ചെറിയൊരു ബൗൾ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ ഞാൻ നന്നായിട്ട് കത്തിച്ച് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മീതെ നമുക്ക് 2-3 തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് മൂടി വയ്ക്കാം. എന്നിട്ട് അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് മാരിനേറ്റും ആയിട്ടുണ്ടാവും. അതുപോലെ ചിക്കൻ നല്ലൊരു സ്മോക്കി ഫ്ലേവറും വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 8 മുതൽ 10 വരെ കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ കാഷ്യൂ നട്ട്സിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മിക്സി ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ സവാളയും കാഷ്യൂ നട്ട്സും നന്നായിട്ട് വഴറ്റിയെടുത്താണ് ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്കായ, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി അരച്ച് വെച്ചിട്ടുള്ള സവാള കാഷ്യൂ നട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിയാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്മോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുക. ഇതുവരെ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കൻ കറി വെച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് ഇനി വേറെ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ നോക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ കാണാനുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തതിന് ശേഷം പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കസൂരി മേത്തി ഇതുപോലെ വറുത്തതിന് ശേഷം ഒന്ന് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. സാധാരണ കസൂരി മേത്തി ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിലും അടിപൊളി ഫ്ലേവർ ആയിരിക്കും ഈ ചിക്കൻ കറിക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ റൊട്ടി, ചപ്പാത്തി, നാൻ, ഗീ റൈസ്, പ്ലെയിൻ റൈസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ ചിക്കൻ കറി ഇതുപോലൊരു മസാലയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.